നമസ്കാരം. ഏഷ്യൻ ഫ്യൂച്ചറും അമേരിക്കൻ ഫ്യൂച്ചറും ഏറെക്കുറെ ഫ്ലാറ്റ് ആയതുകൊണ്ട് ഇന്നത്തെ ട്രേഡിംഗ് സെഷനിലും ഇന്ത്യൻ മാർക്കറ്റിൽ ഒരു ഫ്ലാറ്റ് പോസിറ്റീവ് ഓപ്പണിംഗ് വേണം നമ്മൾ പ്രതീക്ഷിക്കാൻ. ഒട്ടുമിക്ക റീജിയണൽ മാർക്കറ്റുകൾക്കും അവധി ആയതുകൊണ്ട് ഗ്ലോബൽ മാർക്കറ്റുകളിലൊക്കെ ഒരു റേഞ്ച് ബൗണ്ട് മൂവ്മെൻറ്റ് പ്രകടമാണ്. ഏഷ്യൻ മാർക്കറ്റ് നോക്കുകയാണെങ്കിലും അമേരിക്കൻ മാർക്കറ്റ് നോക്കുകയാണെങ്കിലും ഈ മാർക്കറ്റുകളൊക്കെ ഒരു റേഞ്ചിലാണ് മൂവ് ചെയ്യുന്നത്. അതുകൊണ്ട് ഇന്നത്തെ ട്രേഡിംഗ് സെഷനിൽ ഇന്ത്യൻ മാർക്കറ്റിലും ഒരു റേഞ്ച് ബൗണ്ട് മൂവ്മെൻറ്റ് വേണം പ്രതീക്ഷിക്കാൻ. കൂടാതെ ഫോറിൻ പോർട്ട്ഫോളിയോ ഇൻവെസ്റ്റേഴ്സ് ആക്റ്റീവ്ലി മാർക്കറ്റിൽ പാർട്ടിസിപ്പേറ്റ് ചെയ്യാത്തതുകൊണ്ട്, അതായത് ഹോളിഡേ സെഷൻ ആയതുകൊണ്ട് ഫോറിൻ പോർട്ട്ഫോളിയോ ഇൻവെസ്റ്റേഴ്സ് ഇന്ത്യൻ മാർക്കറ്റിൽ ആക്റ്റീവ്ലി പാർട്ടിസിപ്പേറ്റ് ചെയ്യുന്നില്ല. അതുകൊണ്ട് വോളിയത്തിലും കൂടാതെ വോളറ്റിലിറ്റിയിലും കുറവ് നമ്മൾക്ക് പ്രതീക്ഷിക്കാവുന്നതാണ്. മാർക്കറ്റ് 26,050 എന്ന സപ്പോർട്ടിന് അടുത്തായിട്ടാണ് ഇപ്പോൾ ട്രേഡ് ചെയ്യുന്നത്. ഇനി ഇന്നത്തെ ട്രേഡിംഗ് സെഷനിൽ സ്റ്റോക്ക് സ്പെസിഫിക് ആക്ഷൻ വരാൻ സാധ്യതയുള്ള ചില പ്രധാനപ്പെട്ട സ്റ്റോക്കുകളിലേക്ക് കടക്കാം. ഒന്നാമത്തേത് കോഫോർജ്, എൻകോറ ഹോൾഡിംഗ്സ്, എൻകോറ US ഹോൾഡ്കോ തുടങ്ങിയ കമ്പനികളുടെ സ്റ്റേക്കുകൾ അക്വയർ ചെയ്യുന്നതിൻ്റെ പശ്ചാത്തലത്തിൽ ഇന്ന് മാർക്കറ്റിൻ്റെ ശ്രദ്ധ ആകർഷിച്ചേക്കും. എൻകോറ ഗ്രൂപ്പിൻ്റെ 9.38 കോടി ഷെയറുകളാണ് 1815 രൂപ പെർ ഷെയർ എന്ന റേറ്റിൽ കോഫോർജ് അക്വയർ ചെയ്യുന്നത്. ഏകദേശം 17,032 കോടി രൂപയുടെ ടോട്ടൽ അക്വിസിഷനായിരിക്കും കോഫോർജ് നടത്തുക. രണ്ടാമത്തേത് പഞ്ചാബ് നാഷണൽ ബാങ്ക്. ശ്രീ എക്വിപ്മെൻറ്റ് ഫിനാൻസ് തുടങ്ങിയ കമ്പനികളുടെ പ്രൊമോട്ടർ ഫ്രോഡ് നടത്തിയെന്ന് പഞ്ചാബ് നാഷണൽ ബാങ്ക് ഡിക്ലെയർ ചെയ്തതിൻ്റെ പശ്ചാത്തലത്തിൽ ഇന്ന് പഞ്ചാബ് നാഷണൽ ബാങ്ക് മാർക്കറ്റിൻ്റെ ശ്രദ്ധ ആകർഷിച്ചേക്കും. 2,434 കോടി രൂപയുടെ ഫ്രോഡാണ് ഈ രണ്ട് കമ്പനികളുടെയും പ്രൊമോട്ടേഴ്സ് നടത്തിയിരിക്കുന്നത്. ഇതിൻ്റെ പശ്ചാത്തലത്തിൽ പഞ്ചാബ് നാഷണൽ ബാങ്ക് എന്ന സ്റ്റോക്കിൽ ഇന്ന് സ്റ്റോക്ക് സ്പെസിഫിക് ആക്ഷൻ വരാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. ACME സോളാർ എന്ന കമ്പനി ACME ഗ്രീൻ ടെക് 19 എന്ന കമ്പനിയെ സബ്സിഡറി കമ്പനിയായി ലിസ്റ്റ് ചെയ്തിട്ടുണ്ട്. കിർലോസ്കർ ഫെറസ് എന്ന കമ്പനിയുടെ ജജൂരിയിലുള്ള മാനുഫാക്ചറിംഗ് പ്ലാന്റിൻ്റെ പ്രവർത്തനം താൽക്കാലികമായി നിർത്തിവച്ചിരിക്കുകയാണ് അപ്ഗ്രഡേഷൻ പോയിന്റ് ഓഫ് വ്യൂ. ഇതിൻ്റെ പശ്ചാത്തലത്തിൽ കിർലോസ്കർ ഫെറസ് എന്ന സ്റ്റോക്കും മാർക്കറ്റിൻ്റെ ശ്രദ്ധ ആകർഷിച്ചേക്കും. സീഗൽ ഇന്ത്യ എന്ന കമ്പനിക്ക് മധ്യപ്രദേശ് റോഡ് ഡെവലപ്മെൻറ്റ് കോർപ്പറേഷനിൽ നിന്നും 1,089 കോടി രൂപയുടെ ഓർഡർ ലഭിച്ചിട്ടുണ്ട്. $5 ബില്യൺ ഇൻവെസ്റ്റ്മെൻറ്റ് ഗവൺമെൻറ് ഷിപ്പ് ബിൽഡിംഗ് ഇനിഷ്യേറ്റീവ്സിൽ ഇൻവെസ്റ്റ് ചെയ്യാൻ തീരുമാനിച്ചതുകൊണ്ട് ഇന്ന് കൊച്ചിൻ ഷിപ്പ്യാർഡ്, മസഗോൺ ഡോക്ക് തുടങ്ങിയ സ്റ്റോക്കുകളിൽ ഒരു മൊമെൻറ്റം പ്രതീക്ഷിക്കാം. കൂടാതെ ഓല ഇലക്ട്രിക് 4,680 ബാറ്ററി സെൽ പവേർഡ് വെഹിക്കിൾസ് സൗത്ത് ഇന്ത്യൻ സ്റ്റേറ്റുകളിൽ ഡെലിവർ ചെയ്യാൻ തീരുമാനിച്ചതുകൊണ്ട് ഓല ഇലക്ട്രിക് എന്ന സ്റ്റോക്കിലും ഇന്ന് സ്റ്റോക്ക് സ്പെസിഫിക് ആക്ഷൻ വരാനുള്ള സാധ്യത കൂടുതലാണ്. റെയിൽടെൽ കോർപ്പറേഷന് എത്തിയോപ്യയിൽ ഒരു ഡാറ്റാ സെൻറ്റർ സെറ്റപ്പ് ചെയ്യുന്നതിന് വേണ്ടി 20 കോടി രൂപയുടെ ഓർഡർ ലഭിച്ചിട്ടുണ്ട്. അതുകൊണ്ട് റെയിൽടെൽ കോർപ്പറേഷൻ എന്ന സ്റ്റോക്കിനെ ഫോക്കസ് ചെയ്യാം. അവൻഡൽ എന്ന കമ്പനിക്ക് മിനിസ്ട്രി ഓഫ് ഡിഫൻസിൽ നിന്നും 4.2 കോടി രൂപയുടെ ഓർഡർ ലഭിച്ചതുകൊണ്ട് അവൻഡൽ എന്ന സ്റ്റോക്കിനെയും ഇന്ന് ഫോക്കസ് ചെയ്യാവുന്നതാണ്. കൂടാതെ ഹെൽഡ് പ്രൊജക്ട്സ് എന്ന കമ്പനിക്ക് പവർ സപ്ലൈ കേബിൾ സപ്ലൈ ചെയ്യുന്നതിന് വേണ്ടി ഡയമണ്ട് പവർ എന്ന കമ്പനിക്ക് 66 കോടി രൂപയുടെ ഓർഡർ ലഭിച്ചിട്ടുണ്ട്. അതുകൊണ്ട് ഡയമണ്ട് പവർ എന്ന സ്റ്റോക്കിനെയും ഇന്ന് ഫോക്കസ് ചെയ്യാം. മറ്റൊരു സ്റ്റോക്ക് കോട്ടക് മഹീന്ദ്ര ബാങ്ക് ആണ്. കോട്ടക് മഹീന്ദ്ര ബാങ്ക് 1:5 എന്ന റേഷ്യോയിൽ സ്റ്റോക്ക് സ്പ്ലിറ്റ് പ്രഖ്യാപിച്ചിരുന്നു. ഈ സ്റ്റോക്ക് സ്പ്ലിറ്റിൻ്റെ റെക്കോർഡ് ഡേറ്റ് പുറത്തുവിട്ടിട്ടുണ്ട്. ജനുവരി 14 സ്റ്റോക്ക് സ്പ്ലിറ്റിൻ്റെ റെക്കോർഡ് ഡേറ്റ്. അതുകൊണ്ട് കോട്ടക് മഹീന്ദ്ര ബാങ്ക് എന്ന സ്റ്റോക്കിനെയും ഇന്ന് ഫോക്കസ് ചെയ്യാം. വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായി എന്ന് വിശ്വസിക്കുന്നു. താങ്ക്